ഹലോ ഹായ്, ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന 5 പേർക്ക് കഴിക്കാൻ പറ്റുന്ന ചിക്കൻ ബിരിയാണി റെസിപ്പിയാണ്. അതിനായി 3/4 കിലോ ചിക്കൻ 1 സ്പൂൺ വിനാഗിരി ഒഴിച്ച് വൃത്തിയാക്കി കഴുകിയെടുക്കുക. അതിനുശേഷം 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/4 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ ചിക്കൻ മസാല, അരമുറി നാരങ്ങയുടെ നീരും കൂടെ പിഴിഞ്ഞ് മിക്സ് ചെയ്ത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്ന നേരം കൊണ്ട് നമുക്ക് അരി കുതിർക്കാൻ വയ്ക്കാം. അതിനായി ഞാൻ 1/2 കിലോ ഇന്ത്യ ഗേറ്റിൻ്റെ അരിയാണ് എടുത്തിരിക്കുന്നത്. കഴുകി കുതിർക്കാൻ വെച്ചു. അതിനുശേഷം ഒരു പോട്ട് വെച്ച് 2 ലിറ്റർ വെള്ളം ഒഴിക്കുക. സ്പൈസസ് ആയ 1 ബീ ലീഫ്, 2 ഏലക്ക, 2 ഗ്രാമ്പു, 1 കറുവാപ്പട്ട, 4 കുരുമുളക്, 2 സ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് ഇളക്കുക. വെള്ളം തിളച്ച് കഴിയുമ്പോൾ അരി ഇട്ട് കൊടുക്കാം. ഇതിന് ശേഷം നമുക്ക് ഇളക്കി കൊടുക്കാം. ഒരു 3/4 വേവാകുമ്പോൾ നമുക്കത് കോരി മാറ്റാം. ഒരു ബിരിയാണി റൈസിന് ഒരുപാട് വേവിക്കാൻ പാടില്ല. 3/4 ഭാഗം വെന്താൽ മതി. ദം ചെയ്ത് വെക്കാനുള്ളതാണ്. അതിനുശേഷം നമുക്ക് ഒരു പാൻ വെച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ചിക്കൻ ഓരോന്നായി ഇട്ട് കൊടുക്കുക. തിരിച്ചും മറിച്ചിട്ട് നമുക്കത് ഫ്രൈ ചെയ്ത് എടുക്കാം. അതിനുശേഷം ബിരിയാണിക്ക് ആവശ്യമായ ചിക്കൻ റോസ്റ്റ് നമുക്ക് തയ്യാറാക്കി എടുക്കാം. അതിനായി 4 സബോള നീളത്തിൽ അരിഞ്ഞെടുക്കുക. 100 ഇഞ്ചി 100 വെളുത്തുള്ളി ചതച്ചെടുക്കുക. 2 തക്കാളി നീളത്തിൽ അരിയുക. മല്ലിയില, പുതിനയില ഇവ അരിഞ്ഞു വെക്കുക. ഒരു പോട്ട് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാൻ ചിക്കൻ വറുത്ത എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എണ്ണ ചൂടാകുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം സവോള നീളത്തിലരിഞ്ഞ സവോള നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അത് ഇളക്കി കൊടുക്കുക. അതിനുശേഷം മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ ഉപ്പും ചേർത്ത് ഇളക്കുക. നമുക്കൊരു ബ്രൗൺ നിറമാകുന്നത് വരെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവ ചേർത്ത് ഇളക്കി കൊടുക്കാം. പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഈ പൊടികളെല്ലാം ഇളക്കി കൊടുക്കാം. ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 തക്കാളി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം തിളപ്പിച്ചെടുത്ത വെള്ളം 1 കപ്പ് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് ഇളക്കുക. അതിനുശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. പകുതി ചിക്കൻ റോസ്റ്റ് അതിൽ നിന്നെടുത്ത് മാറ്റി വയ്ക്കുക. ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് പകുതി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പുറത്ത് കശുവണ്ടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം 2 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 2 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ബാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ റോസ്റ്റ് കൂടെ അതിൻ്റെ മുകളിലായി ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ള ചോറ് കൂടി അതിൻ്റെ പുറത്ത് നിരത്തി കൊടുക്കാം. എന്നിട്ട് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കാം. ശേഷം കശുവണ്ടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് 2 സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. കുറഞ്ഞ തീയിൽ മൂടി വെച്ച് 5 മിനിറ്റ് നമുക്ക് ദം ചെയ്ത് വയ്ക്കാം. അതിനുശേഷം തുറന്ന് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. 5 പേർക്ക് തയ്യാറാക്കാൻ പറ്റിയ വളരെ സ്വാദിഷ്ടമായ ചിക്കൻ ബിരിയാണിയാണ് ഇത്. ഇതുപോലെയുള്ള സിമ്പിളായിട്ടുള്ള റെസിപ്പികൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അഭിപ്രായങ്ങൾ അറിയിക്കണേ. അപ്പോൾ ഓക്കെ, ബായ്.